അടൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ വയോധികനെ മർദ്ദിച്ചുവെന്ന പരാതിയാണ് ഇപ്പോൾ വരുന്നത്. സാമ്പത്തിക തർക്ക പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയപ്പോൾ സബ് ഇൻസ്പെക്ടറായിരുന്ന അനൂപ് ചന്ദ്രൻ അസഭ്യം പറയുകയും ബൂട്ടുകൊണ്ട് ചവിട്ടുകയും ചെയ്തു എന്നാണ് പരാതി. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടിയില്ല എന്നാണ് പള്ളിക്കൽ സ്വദേശി ബാബു പറയുന്നത്. അവിടുത്തെ സ്റ്റേഷനിലെ SI അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയും ജാതീയപരമായും വംശീയപരമായും വ്യക്തിപരമായും സംഘടനാപരമായും ഒക്കെ അധിക്ഷേപിക്കുകയും അദ്ദേഹം ഞാൻ കുറ്റക്കാരനാണെന്ന് വരുത്തി തീർത്ത് അദ്ദേഹം എന്നെ മർദ്ദിക്കുകയുണ്ടായി. പല പ്രാവശ്യം കൈയോങ്ങി അടിക്കാൻ വരികയും പക്ഷേ അത് CCTV അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടോ എന്തോ അദ്ദേഹം അത് ചെയ്യാതെ എന്നെ തൊഴിക്കുകയായിരുന്നു. ബൂട്ടിട്ട കാലുകൊണ്ട് എൻ്റെ ഇടത് കാലിൽ തൊഴിക്കുകയും തൽഫലമായി മുറിവ് പറ്റുകയും അന്ന് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടൂരിൽ ഞങ്ങൾ ചികിത്സ തേടുകയും പിന്നെ പിറ്റേന്ന് പരാതി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇങ്ങനെ കൂടുതൽ പരാതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം ഉണ്ടായത് എപ്പോഴാണ് എന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതായത് അനുജ, ഈ വർഷം മെയ് മാസത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ബാബു ഒരു സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിലെത്തുകയും പിന്നീട് ഈ പരാതി ഒത്തുതീർപ്പാവുകയും ചെയ്തു. പിന്നാലെയാണ് ഇത്തരത്തിൽ സ്റ്റേഷനിൽ വെച്ച് ഈ SI അനൂപ് ചന്ദ്രൻ മർദ്ദിച്ചു എന്നൊരു ആക്ഷേപം ബാബു ഉന്നയിക്കുന്നത്. ഈ പരാതിയൊക്കെ പരിഹരിച്ച ശേഷം പുറത്തിറങ്ങി തന്നെ ഇടത്തെ കാലിനെ ബൂട്ടുകൊണ്ട് മർദ്ദിച്ചു. ഒപ്പം തന്നെ തെറി വിളിക്കുകയും ജാതീയപരമായി അധിക്ഷേപിച്ചു എന്നാണ് ഈ ബാബുവിൻ്റെ ആക്ഷേപം. വിഷയം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ബാബു പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളും സമാനമായ ഒരു അന്വേഷണം നടത്തി. പക്ഷേ ബാബു നൽകിയ പരാതിയിൽ പ്രത്യേകിച്ച് നടപടികളൊന്നും ഈ അദ്ദേഹം ഒരു പട്ടിക ജാതി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ്. ആ ഒരു കമ്മീഷൻ പോലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ചില പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് പോലീസിനോട് കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കേസെടുക്കുകയോ ഇല്ലെങ്കിൽ തുടർ നിയമ നടപടികളോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരാതിയിൽ ഉന്നയിക്കുന്ന ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ജോലിയിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ബാബു 62 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. മുൻ റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനാണ്. ചില മതസംഘടനകളുമായൊക്കെ ബന്ധപ്പെട്ട് പൊതുയിടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം മറ്റ് സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേഷനിലെത്തുന്നത്. ആ ഘട്ടത്തിൽ ആണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കാലിൽ അങ്ങനെ ഈ ബൂട്ടിട്ട് ചവിട്ടിയതിൻ്റെ ഭാഗമായി മുറിയൊക്കെ ഉണ്ടായെന്ന് പറയുന്നു. അദ്ദേഹം ചില പാടുകളും കാണിച്ചു തരുന്നുണ്ട്. അന്ന് തന്നെ അടൂർ ആശുപത്രിയിൽ ചികിത്സയും തേടി പരാതിയും നൽകിയ വിഷയമാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും ഒരു നടപടി ഉണ്ടായില്ല എന്നൊരു ദുഃഖവും സങ്കടവും ഒക്കെ പേറിക്കൊണ്ട് ഈ ഇൻസ്പെക്ടർ ഇപ്പോൾ എവിടെയാണ്? ഈ അടൂർ പള്ളിക്കൽ സ്വദേശിയാണ് ഈ ബാബു. നിലവിൽ ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട ജില്ലയിൽ തന്നെ പത്തനംതിട്ട സ്റ്റേഷനിൽ തന്നെ ഉദ്യോഗസ്ഥനായി തുടരുന്ന SI ആയി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് DYSP ഉൾപ്പെടെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു എന്നാണ്. പക്ഷേ എവിടെയും ഒരു നടപടിയെടുത്തതായോ മറ്റ് വിവരങ്ങളോ ഇതുവരെ നിലവിൽ ലഭ്യവുമല്ല അനുജ. അതാണ് പത്തനംതിട്ട അടൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ മർദ്ദിച്ചുവെന്ന പരാതിയുമായാണ് വയോധികൻ രംഗത്തെത്തിയത്. ഒരു സാമ്പത്തിക തർക്ക പരാതിയുമായി സ്റ്റേഷനിലെത്തിയതാണ്. ആ സമയത്താണ് സബ് ഇൻസ്പെക്ടറായിരുന്ന അനൂപ് ചന്ദ്രൻ അസഭ്യം പറയുകയും ബൂട്ടുകൊണ്ട് ചവിട്ടുകയും ചെയ്തത് എന്നതാണ് പരാതി. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി, പക്ഷേ നീതി കിട്ടിയിട്ടില്ല എന്നതാണ് പള്ളിക്കൽ സ്വദേശി ബാബുവിൻ്റെ പരാതി. ഇതിൽ വിഷയത്തിൽ DYSPക്ക് അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നൊരു വിശദീകരണം കിട്ടുന്നുണ്ടെങ്കിലും നടപടിയെടുത്തതായി അറിയില്ല. ഈ ഉദ്യോഗസ്ഥൻ തുടരുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.